ഹലോ, പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. ഇതിൽ കാര്യമായിട്ടൊന്നുമില്ല. നമ്മുടെ ഈ വാഴച്ചുണ്ട്, നമ്മളുടെ വാഴച്ചുണ്ടെന്ന് പറയും. നിങ്ങൾ ഇതിന് എന്താണ് പറയുന്നതെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക കേട്ടോ. അപ്പം ഇത് നമുക്ക് ഉപ്പേരി അയക്കാമല്ലോ. നാട്ടിലൊക്കെ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് വയലിൽ പോയാലൊക്കെ കിട്ടും. സ്വന്തമായിട്ട് കൃഷി ചെയ്യുന്നവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ സിറ്റികളിലൊക്കെ അതൊക്കെ പൈസ കൊടുത്ത് വാങ്ങുകയാണ്. ഒരു വാഴച്ചുണ്ടിന് 20 രൂപ കണക്കിന് പൈസ കൊടുത്ത് വാങ്ങുകയാണ്. എന്തൊരവസ്ഥ. അപ്പം വെച്ച് താമസിപ്പിക്കുന്നില്ല, നമുക്ക് ഉപ്പേരി ഉണ്ടാക്കിയാലോ. വാഴച്ചുണ്ട് നമുക്ക് ആദ്യം ചെറുതായിട്ട് കൊത്തി 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 കുഞ്ഞുകുഞ്ഞാന്ന് അരിയുക കേട്ടോ. പരമാവധി ചെറുതായിട്ട് അരിയുക. അപ്പം അരിമിങ്ങനെ കിട്ടും. അപ്പം അതിൻ്റെ കൂട്ടത്തിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് നല്ലപോലെ തിരുമുക. ആദ്യം വെളിച്ചെണ്ണ മാത്രം ഒഴിച്ച് നല്ലപോലെ തിരുമുക. അപ്പം അതിനകത്തുള്ള ചിലപ്പോൾ നൂലുകളും മറ്റേ അറിയാമല്ലോ നാരുകൾ ഉണ്ടാവില്ല, അതൊക്കെ നമുക്ക് കയ്യിൽ ചുറ്റി പിടിക്കും. ശേഷം ഉപ്പ് മഞ്ഞളൊക്കെ ഇട്ട് ഉള്ളി പച്ചമുളക് തേങ്ങ ഇതെല്ലാം ഇട്ട് നല്ലോണം തിരുമുക. ഇതൊക്കെ ഇട്ട് നല്ലോണം അത് മിക്സ് ചെയ്യുക. അപ്പം ഞാൻ ഉള്ളിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ ഈ പ്രാവശ്യം തേങ്ങയും പച്ചമുളകും ഒതുക്കിയാണ് ഇട്ടത് കേട്ടോ. അല്ലാതെ സാധാരണ ഞാൻ എപ്പോഴും അത് ചെറുതായിട്ട് അരിഞ്ഞാണ് ഇടുക. പച്ചമുളക് കൂടെ തേങ്ങ ചിരകി ചേർക്കും. ഈ പ്രാവശ്യം ഞാൻ രണ്ടും കൂടെ ഒതുക്കി ഇട്ടേക്കുവാണ്. അപ്പം വെളിച്ചെണ്ണ ആകുമ്പോഴേ പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പം അതിൻ്റെ കൂടെ തേങ്ങയും ഈ പറഞ്ഞ ഉള്ളിയും ചെറിയുള്ളിയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും. അപ്പം അതുപോലെ ചെയ്യുക. അപ്പം ഞാൻ ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അധികം വെള്ളം ചേർക്കണ്ട ഇതിനകത്ത്, അത് ആവിക്ക് പോവും. ജസ്റ്റ് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് കറിവേപ്പില ഇതില്ലാതെ ഞാൻ ഇട്ടില്ല. കറിവേപ്പില ഇങ്ങനെ ഇളക്കിയിട്ട് ജസ്റ്റ് ഒന്ന് തീ സിമ്മിൽ വെച്ച് ആവി കയറ്റി തന്നെ അത് വേഗം വേകും. അതേ താമസമൊന്നുമില്ല കേട്ടോ. അപ്പം ജസ്റ്റ് ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോഴും ഞാൻ വെളിച്ചെണ്ണ ഞാൻ എടുക്കാം കേട്ടോ. വെളിച്ചെണ്ണയാണ് ബെസ്റ്റ്. ഇങ്ങനത്തെ നമുക്ക് ചില ഫുഡിന് ഈ വെളിച്ചെണ്ണ തന്നെ വേണം നിർബന്ധം ഉണ്ടാവും ചില കാര്യങ്ങൾക്ക്. മീൻപീര വെക്കണില്ലേ, മീൻപീരയ്ക്ക് വെളിച്ചെണ്ണ നിർബന്ധമില്ല. അതുപോലെ തന്നെയാണ് ഓരോ കാര്യങ്ങൾക്ക് വെളിച്ചെണ്ണ നിർബന്ധമാണ്. നമ്മളിവിടെ ഫുള്ളും വെളിച്ചെണ്ണ അല്ലാന്നുണ്ടെങ്കിൽ ചില സാഹചര്യങ്ങൾ ചില വേണ്ട ഫുഡിന് മാത്രം വെളിച്ചെണ്ണ ചേർക്കാറുണ്ട്. അല്ലാത്ത പക്ഷം നമ്മൾ ഓയിൽ തന്നെയാണ് ചേർക്കാറ് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണ്? വെളിച്ചെണ്ണയാണോ ഓയിലാണോ? നിങ്ങൾ ഏത് എണ്ണയാണ് യൂസ് ചെയ്യാറ്? ഏത് എണ്ണയ്ക്കാണ് ടേസ്റ്റ് കൂടുതലുള്ള കാര്യം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ അതെല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അത് ജസ്റ്റ് ഒന്ന് ആവിക്ക് വെച്ച് വേവിക്കുക. നല്ല സൂപ്പറായിട്ട് ഇത് ആയി കിട്ടിയിട്ടുണ്ട്. പച്ചമുളക് ഞാൻ അരിഞ്ഞിട്ടല്ല, ഒതുക്കി കൊണ്ട് കാണാൻ കിട്ടില്ല. അതുപോലെ തേങ്ങ കേട്ടോ. അപ്പോൾ നല്ല സൂപ്പറായിട്ട് ആയി കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ വാഴച്ചുണ്ട് ഉപ്പേരിയൊക്കെ ആയിട്ടുണ്ട്. ഞാൻ കാന്താരിയും തേങ്ങയും ഒതുക്കിയിട്ടത് കൊണ്ട് ഇതിൽ അത്ര കാര്യമായിട്ട് അറിയില്ല കേട്ടോ. ഉണ്ടോ കഴിക്കാനെടുത്തു വാഴച്ചുണ്ട് ഉപ്പേരി. ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഈ വാഴച്ചുണ്ടിലുണ്ട്. അപ്പം കിട്ടണതിൽ പരമാവധി കഴിക്കുക. ഇതുപോലെ വെച്ച് നോക്കുക കേട്ടോ. ഇതുപോലെ ഒരുക്കി വെച്ച് നോക്കുക. ആദ്യമൊക്കെ ഞാൻ ഇത് വെക്കണത് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് കുനുകുനാന്ന് കൊത്തി അരിഞ്ഞിട്ട് വെള്ളത്തിലിടും. എല്ലാം കഴുകിയിട്ട് ഈ കവണയുള്ള കമ്പില്ലേ അതെടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആക്കിയിട്ട് അതിനകത്തുള്ള ആ ചെറിയ നാരുകളൊക്കെ ഇല്ലേ അതൊക്കെ ഞാൻ എടുത്ത് കളയും. അങ്ങനെ ആകുമ്പോൾ വേറെ ടേസ്റ്റ്. ഇങ്ങനെ വെളിച്ചെണ്ണ തിരുമ്മി വെക്കുമ്പം അതിന് വേറെ ടേസ്റ്റ്. ഒന്നാമത് വെളിച്ചെണ്ണയിൽ വെക്കുമ്പോൾ ടേസ്റ്റ് തന്നെ ഭയങ്കര വ്യത്യാസമായിരിക്കും, സൂപ്പറായിരിക്കും. ഇനി ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ചായിട്ടാണ് ഞാൻ ഇങ്ങനെ വെക്കണത്. വെളിച്ചെണ്ണ ഒഴിച്ച് ആദ്യം തിരുമ്മിയിട്ട് പിന്നെ ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട് ഉള്ളി പച്ചമുളക് ഇതൊക്കെ ഇട്ടിട്ട് വെക്കണം. ഇന്ന് കുറച്ചും കൂടെ വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ പച്ചമുളകും തേങ്ങയും ഒതുക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.